സ്നേഹം എങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതെന്നുള്ളത് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് പലപ്പോഴും പറയുന്നത് സെൻറ്റ് ജോണിനെ കുറിച്ചാണ്. സെൻറ്റ് ജോൺ അത്ര സ്നേഹമുള്ളൊരു മനുഷ്യനായിരുന്നില്ല. ഇന്ന് അയാൾ നമ്മൾ വിളിക്കുന്ന വാക്ക് ഇങ്ങനെ സ്നേഹത്തിൻ്റെ അപ്പോസ്റ്റൽ എന്നാണ്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് തപ്പിയെടുത്ത് വായിക്കുക. ഒരിടത്ത് പോലും ഈ മനുഷ്യനൊരു സ്നേഹമുള്ള മനുഷ്യനായിട്ട് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നില്ല. സമരയ ഗ്രാമം യേശുവിനെ സ്വീകരിക്കാതെ പോകുമ്പോൾ ആകാശത്ത് നിന്ന് തീയിറക്കി ഈ മുഴുവൻ നഗരത്തെ നശിപ്പിക്കാമെന്ന് പറയുന്നത് ഈ ജോണാണ്. യേശു അവൻ ഞെട്ടിത്തിരിഞ്ഞ് നോക്കുന്നൊക്കെ വേദപുസ്തകം പറയുന്നത്. അത്രയും വലിയ ഹോസ്റ്റിലിറ്റി, അത്രയും വലിയ പകയാ ഈ കിളുന്ത് ഉള്ളിലെ ആ മനുഷ്യൻ കൊണ്ട് നടക്കുന്നത്. പിന്നെ സെൽഫിഷാണ്. അവൻ്റെ നല്ല കാലം വരുമ്പോൾ തൻ്റെ സഹോദരനും തനിക്കും വശങ്ങളിലിടം തരണമെന്നൊക്കെ സ്വയം പറയുകയോ അല്ലെങ്കിൽ അമ്മയെ കൊണ്ട് ശുപാർശ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഇയാളാണ്. വേറെയും പല ഇൻസ്റ്റൻസ് ഉണ്ട്. ഒരു ദിവസം വന്നിട്ട് പറയുകയാണ്, ചിലർ നിൻ്റെ നാമത്തിൽ പഠിപ്പിക്കുന്നത് കണ്ടു, പക്ഷെ അവർ നമ്മുടെ ഒരു സെഗ്മെൻറ്റിൽ പെടാത്തത് കൊണ്ട് ഞാൻ അവരോട് നിശബ്ദരായിരിക്കാനായിട്ട് പറയുന്നതൊക്കെ ഈ ചങ്ങാതിയാണ്. പക്ഷെ ഇയാൾക്ക് വലിയൊരു മാറ്റം സംഭവിക്കുന്നു. എന്താണത്? തിരുവത്താഴ മേശയിൽ അയാളുടെ ശിരസ് ഇങ്ങനെ യേശുവിനെ നെഞ്ചോട് ചേർന്ന് കിടക്കുകയാണ്. ആ നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോൾ അയാൾക്ക് മനസ്സിലായി എന്തുമാത്രം സ്നേഹത്തോട് ചേർന്നാണ് താൻ നിന്നിരുന്നത്. ഇത്രയും വലിയ സ്നേഹത്തോട് ചേർന്ന് നിന്നിട്ടും തനിക്ക് എങ്ങനെ ഇത്രയും പെറ്റിയാകാൻ പറ്റുന്നത്? തനിക്ക് എങ്ങനെയാണ് ഇത്രയും ഇൻടോളറൻ്റ് ആകാൻ പറ്റുന്നത്? തനിക്ക് എങ്ങനെ ഇത്രയും സെൽഫിഷ് ആകാൻ പറ്റുന്നത്? അയാളിങ്ങനെ കണ്ണുപൂട്ടി കടന്നു. സ്നേഹിക്കുന്ന മനുഷ്യരുടെ മാറോട് ചേർന്നിരിക്കുകയാണ് കുറേ കൂടി സ്നേഹമുള്ള മനുഷ്യരാകാനുള്ള ഏറ്റവും നല്ല വഴിയെന്ന് അങ്ങനെയാണ് ജോൺ ലോകത്തോട് പറഞ്ഞു തന്നത്. താങ്ക് യു.